വെയിറ്റ് വിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രി പി എസ് സി എക്സാം സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അനാട്ടമി ഓഫ് ഐബാളിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ തന്നെ പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു 4-5 ക്ലാസ് കൂടെ ഉണ്ടാവും ഈ ഒരു ടോപ്പിക് ഫുൾ കംപ്ലീറ്റ് ആവാൻ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മോക്ക് ടെസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻട്രാ ഓർബിറ്റൽ ലെങ്ത് ഓഫ് ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവിൻ്റെ ഇൻട്രാ ഓർബിറ്റൽ ലെങ്ത് എത്രയാണ്? 25 മില്ലിമീറ്റർ. ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ഒപ്റ്റിക് നെർവിന് മെയിനായിട്ട് 3 ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാം. ഇൻട്രാ ഓക്കുലാർ പാർട്ട്, ഇൻട്രാ ഓർബിറ്റൽ പാർട്ട്, അതുപോലെ ഇൻട്രാ കനാലിക്കുലാർ പാർട്ട്. അതിൽ ഇൻട്രാ ഓക്കുലാർ പാർട്ട് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളുടെ ഒപ്റ്റിക് നെർവ് ഹെഡൊക്കെ വരുന്ന ഭാഗം. അത് ഏകദേശം ഒരു 1 മില്ലിമീറ്റർ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് ഇൻട്രാ ഓർബിറ്റൽ ലെങ്ത് വരുന്നത്. അതൊരു 25 മില്ലിമീറ്റർ. പിന്നെ അതും കഴിഞ്ഞിട്ടാണ് ഇൻട്രാ കനാലിക്കുലാർ പാർട്ട് വരുന്നത്. അത് ഏകദേശം ഒരു 4 to 10 മില്ലിമീറ്റർ ആണ്. അതിൻ്റെ റേഞ്ചാണ് പറയുന്നുള്ളൂ. അങ്ങനെയാണ് വരിക. ടോട്ടൽ ഇപ്പോൾ നമ്മളൊരു ഒപ്റ്റിക് നെർവിൻ്റെ ലെങ്ത് ചോദിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 30 to 35 മില്ലിമീറ്റർ ഒക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. കൂടുതലും ഇൻട്രാ ഓർബിറ്റൽ ലെങ്ത് ഓഫ് ഒപ്റ്റിക് നെർവ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് സ്ട്രക്ചർ ഡിവൈഡ്സ് ലാക്രിമൽ ഗ്ലാൻഡ് ഇൻ ടു 2 ലോബ്സ്? ലെവേറ്റർ അപ്പോന്യൂറോസിസ്. ലെവേറ്റർ അപ്പോന്യൂറോസിസ് ആണ് ലാക്രിമൽ ഗ്ലാൻഡിനെ 2 ലോബായിട്ട് തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടാർസൽ പ്ലേറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ. ടാർസൽ പ്ലേറ്റ് എവിടെയാണ്? ഐലിഡിലാണ് ഉള്ളത്. ബിറ്റ്വീൻ എൻഡോത്തീലിയം ആൻഡ് സ്ട്രോമ ഓഫ് കോർണിയ ലൈസ് ഡെസ്മെൻസ് മെംബ്രെയിൻ. കോർണിയക്ക് മെയിനായിട്ട് 5 ലെയേഴ്സ് ആണുള്ളത്. കോർണിയൽ എപ്പിത്തീലിയം, ബൊമാൻസ് മെംബ്രെയിൻ, കോർണിയൽ സ്ട്രോമ, ഡെസ്മെൻസ് മെംബ്രെയിൻ ആൻഡ് എൻഡോത്തീലിയം. പിന്നെ ഡെസ്മെൻസ് മെംബ്രെയിനും അതുപോലെ സ്ട്രോമക്കും ഇടയിൽ ഒരു 6th ലെയറായിട്ട് ദുവാസ് ലെയർ ഉണ്ടെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ കോർണിയക്ക് ടോട്ടൽ 6 ലെയേഴ്സ് ഉണ്ട്. പക്ഷേ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അത് 5 തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ DMEയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് വന്നിരുന്നു. അതായത് ഒരു ഓപ്ഷൻസിൽ വന്നിരുന്നതാണ് കോർണിയക്ക് 5 ലെയേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ നമ്മൾ ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ ഫോൾസ് ആയിട്ടുള്ള, അതായത് കോർണിയക്ക് 6 ലെയേഴ്സ് അല്ലേ, അപ്പോൾ ഈ 5 ലെയേഴ്സ് എങ്ങനെ ശരിയാവും എന്നും പറഞ്ഞ് കുറേ പേര് അത് എഴുതി ചാടിക്കയറി. പക്ഷേ അതിനേക്കാൾ അക്യുറേറ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യന് ആൻസർ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ചാടിക്കയറി എന്ത് ചെയ്യരുത്, ആൻസർ ചെയ്യരുത്. ഫുൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി അതിൻ്റെ ഫുൾ ഓപ്ഷൻസും വായിച്ച് നോക്കി ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ളത് ഏതാണോ അത് മാത്രം സെലക്ട് ചെയ്യുക. പിന്നെ ഇതിൽ പറയാനുള്ളത്, കോർണിയയുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത് ഡെസ്മെൻസ് മെംബ്രെയിൻ ആണ്. പിന്നെ കോർണിയയുടെ ഏറ്റവും 90% ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് കോർണിയൽ സ്ട്രോമയാണ്. കോർണിയയുടെ റീജനറേറ്റ് ചെയ്യാത്ത ലെയർ ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ബൊമാൻസ് മെംബ്രെയിൻ ആണ് വരിക. ഒരു ട്രൂ ബേസ്മെൻറ്റ് മെംബ്രെയിൻ അല്ലാത്തത് ഏതൊന്നും ക്വസ്റ്റ്യൻസ് കാണാം. അതിനും ആൻസർ ബൊമാൻസ് മെംബ്രെയിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോർട്ടെക്സ് വെയിൻ ഡ്രെയിൻ ഫ്രം ഉവിയൽ ട്രാക്ട്. ഉവിയൽ ട്രാക്റ്റിൽ നിന്നുമാണ് വോർട്ടെക്സ് വെയിൻ ഡ്രെയിൻ ചെയ്യുന്നത്. നാസോലാക്രമൽ ഡക്റ്റ് ഓപ്പൺസ് ഇൻ ടു ഇൻഫീരിയർ മിയാറ്റസ്. നാസോലാക്രമൽ ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇൻഫീരിയർ മിയാറ്റസിലേക്കാണ്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. തിക്കസ്റ്റ് ലെയർ ഓഫ് കോർണിയ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു കോർണിയൽ സ്ട്രോമയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വിട്രിയസ് ഹ്യൂമർ. വിട്രിയസ് ഹ്യൂമറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്? 1.336. ഇതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നെയാണ് അക്വസ് ഹ്യൂമറിനും ഉള്ളത്. 1.336 തന്നെയാണ് അക്വസ് ഹ്യൂമറിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കോർണിയയുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 1.376 ആണ്. 1.376. ലെൻസിൻ്റെ കോർട്ടെക്സിൻ്റെതും ന്യൂക്ലിയസിൻ്റെതും തമ്മിൽ ഡിഫറൻ്റ് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. പൊതുവേ നമ്മൾ 1.39 അല്ലെങ്കിൽ 1.40 ഒക്കെ ആൻസർ ആയിട്ട് വരാറുണ്ട്. അത് ഓപ്ഷൻസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിഗാർഡ് ആസ് ദി ഫൈബ്രസ് ട്യൂണിക് ഓഫ് ദി ഐ. ഐൻ്റെ ഫൈബ്രസ് കോട്ട് അല്ലെങ്കിൽ ഫൈബ്രസ് ട്യൂണിക് ഓഫ് ദി ഐ എന്നറിയപ്പെടുന്നത് സ്ക്ലീറയാണ്. നമ്മുടെ ഐബോളിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയറാണ് സ്ക്ലീറ എന്ന് പറയുന്നത്. സ്ക്ലീറനെ തന്നെയാണ് ട്യൂണിക്ക ഫൈബ്രോസ, ട്യൂണിക്ക എക്സ്റ്റേണ എന്നൊക്കെ പറയുന്നതും സ്ക്ലീറ തന്നെയാണ്. നമ്മുടെ കണ്ണിലെ ആ വൈറ്റ് കളേർഡ് പാർട്ട് അതാണ് സ്ക്ലീറ. സ്ക്ലീറയുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് കണ്ണിന് പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലെയർ ഓഫ് കോർണിയ വിച്ച് ഡസ് നോട്ട് റീജനറേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആൻസർ ബൊമാൻസ് മെംബ്രെയിൻ ആണ്. റീജനറേറ്റ് ചെയ്യാത്ത ഒരു കോർണിയയുടെ ലെയർ ഏതാണെന്ന് ചോദിച്ചാലും വിച്ച് ലെയർ ഈസ് നോട്ട് എ ട്രൂ ബേസ്മെൻറ്റ് മെംബ്രെയിൻ, ഒരു ട്രൂ ആയിട്ടുള്ള ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിൻ അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചാലും ബൊമാൻസ് മെംബ്രെയിൻ തന്നെയാണ് ആൻസർ. നെക്സ്റ്റ്,
ഹയലുറോണിക് ആസിഡ് ഈസ് ഫൗണ്ട് ഇൻ വിട്രിയസ് ഹ്യൂമർ. വിട്രിയസ് ഹ്യൂമറിലാണ് ഹയലുറോണിക് ആസിഡ് കാണുന്നത്. നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് വിട്രിയസ് ഹ്യൂമറാണ്. ദ കോർണിയ ഈസ് സപ്ലൈഡ് ബൈ ട്രൈജെമിനൽ നെർവ്. ഫിഫ്ത്ത് ക്രേനിയൽ നെർവ് അല്ലെങ്കിൽ ട്രൈജെമിനൽ നെർവാണ് കോർണിയക്ക് സപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ്, അപ്രോക്സിമേറ്റ് പവർ ഓഫ് ലെൻസ് ഈസ്. നമ്മുടെ ലെൻസിൻ്റെ അപ്രോക്സിമേറ്റ് പവർ എന്ന് പറയുന്നത് 17 ഡയോപ്റ്റർ ആണ്. കോർണിയയുടെയാണ് ചോദിക്കുന്നതെങ്കിൽ അപ്രോക്സിമേറ്റ് പവർ പറയാൻ പറഞ്ഞാൽ 43 ഡയോപ്റ്റർ ആണ്. രണ്ടും കൂടി നമ്മൾ ടോട്ടൽ ഐയുടെ പവർ ചോദിച്ചാൽ 60 ഡയോപ്റ്റർ എന്നും പറയാം. വിച്ച് ലെയർ ഓഫ് ദി ഐബോൾ പ്രൊവൈഡ്സ് നൗറിഷ്മെൻറ്റ് ടു ദി ഐ. ഐക്ക് വേണ്ട ന്യൂട്രീഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ലെയർ ഏതാണ്? അത് മിഡിൽ ലെയറാണ്. അത് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വാസ്കുലാർ കോട്ടാണ്, ടുണിക്ക വാസ്കുലോസ. അതായത് ബ്ലഡ് വെസൽസും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ലെയറിലാണ്. അതുകൊണ്ട് തന്നെ ഈ ലെയർ തന്നെയാണ് ഐക്ക് വേണ്ട നോറിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ നൽകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലെയർ ഓഫ് ഐബോൾ ഈസ് നോൺ ആസ് ടുണിക്ക നെർവോസ. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാണ്. ടുണിക്ക നെർവോസ എന്നറിയപ്പെടുന്ന ഐൻ്റെ ലെയർ ഏതാണ്? അത് റെറ്റിനയാണ്. റെറ്റിനേനെയാണ് ടുണിക്ക നെർവോസ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഐബോളിന് മെയിനായിട്ട് 3 ലെയേഴ്സാണുള്ളത്. സ്ക്ലീറ, മിഡിൽ വാസ്കുലാർ കോട്ട്, ഏറ്റവും ഇന്നറിലായിട്ട് റെറ്റിന. അപ്പോൾ ഈ 3 ലെയേഴ്സും ക്വസ്റ്റ്യൻസിൽ വന്നു കഴിഞ്ഞു. ഇവിടെ നിന്നൊക്കെ ഈ ഒരു ടൈപ്പിലാണ് ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ആൻറ്റീരിയർ 1/6 പാർട്ട് ഓഫ് സ്ക്ലീറ ഈസ് ട്രാൻസ്പാരൻറ്റ് ആൻഡ് ഈസ് നോൺ ആസ് കോർണിയ. കോർണിയയാണ് സ്ക്ലീറയുടെ ആൻറ്റീരിയറിലുള്ള 1/6 പാർട്ട്, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള 1/6 പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? കോർണിയാണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ക്വസ്റ്റ്യൻ വരുമ്പോൾ കൺഫ്യൂഷൻ ആവാണ്ടിരുന്നാൽ മതി. നെക്സ്റ്റ്, റെറ്റിന കണ്ടിന്യൂസ് പോസ്റ്റീരിയർലി വിത്ത്. റെറ്റിനേൻ്റെ പോസ്റ്റീരിയർലി ഏത് പോർഷനായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? ഒപ്റ്റിക് നെർവുമായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ദി സ്മോൾ ഏരിയ ഓഫ് ദി റെറ്റിന വെർ ദി ഒപ്റ്റിക് നെർവ് ലീവ്സ് ദി ഐ ആൻഡ് ദർ ഈസ് നോ ലൈറ്റ് സെൻസിറ്റീവ് സെൽസ് നോൺ ആസ് ഒപ്റ്റിക് ഡിസ്ക് അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട്. അതായത് നമ്മളുടെ റെറ്റിനയിൽ ഒപ്റ്റിക് നെർവ് ലീവ്സ് ചെയ്യുന്ന ആ ഭാഗത്താണ് നമ്മളുടെ ഒപ്റ്റിക് ഡിസ്ക് ഉള്ളത്. ആ ഒപ്റ്റിക് ഡിസ്കിനെ തന്നെയാണ് നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നതും. അവിടെ ലൈറ്റ് സെൻസിറ്റീവ് സെൽസ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. നെക്സ്റ്റ്, കോൺസ് കണ്ടെയ്ൻസ് ദ ഫോട്ടോ സെൻസിറ്റീവ് പിഗ്മെൻറ്റ് അയഡോപ്സിൻ. കോൺസിൽ അടങ്ങിയിരിക്കുന്ന ഫോട്ടോ സെൻസിറ്റീവ് പിഗ്മെൻറ്റ് എന്ന് പറയുന്നത് അയഡോപ്സിൻ ആണ്. റോഡ്സിൽ അടങ്ങിയിരിക്കുന്ന ഏതാണ്? റോഡോപ്സിൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്ലഡ് സപ്ലൈ ടു ദി റെറ്റിന ബൈ. റെറ്റിനയ്ക്ക് മെയിനായിട്ടും ബ്ലഡ് സപ്ലൈ കൊടുക്കുന്നത് ഓഫ്താൽമിക് ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ്. ബ്രാഞ്ചസ് ഓഫ് ഓഫ്താൽമിക് ആർട്ടറി, അതിൽ വരുന്നതാണ് സീലിയറി ആർട്ടറീസും അതുപോലെ സെൻട്രൽ റെറ്റിനൽ ആർട്ടറിയും. സീലിയറി ആർട്ടറീസ് ആൻഡ് സെൻട്രൽ റെറ്റിനൽ ആർട്ടറി. നെക്സ്റ്റ്, നോർമൽ IOP റേഞ്ച്. നമ്മളുടെ കണ്ണിലെ നോർമൽ ഇൻട്രാ ഒക്കുലർ പ്രഷർ എന്ന് പറയുന്നത് 10 to 20 മില്ലിമീറ്റർ HG ആണ്. ഈ IOP മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അക്വസ് ഹ്യൂമറാണ്. അക്വസ് ഹ്യൂമർ കാണപ്പെടുന്നത് നമ്മളുടെ കോർണിയയുടെയും ലെൻസിൻ്റെയും ഇടയിലായിട്ടാണ്. അക്വസ് ഹ്യൂമർ സെക്രിയേറ്റ് ചെയ്യുന്നത് സിലിയറി ബോഡിയുടെ ഭാഗമായിട്ടുള്ള സിലിയറി പ്രോസസ്സസ് ആണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഇതൊരു ക്ലിയർ ഫ്ലൂയിഡ് ആണ്. ഇതിൽ ഗ്ലൂക്കോസും അമിനോ ആസിഡ്സും അതുപോലെ ആസ്കോബിക് ആസിഡ് ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കോർണിയക്കും അതുപോലെ ലെൻസിനും ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും അക്വസ് ഹ്യൂമറാണ്. അതും ഈ IOP മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പുറമെ കോർണിയക്കും ലെൻസിനും വേണ്ട നൗറിഷ്മെൻറ്റ് ന്യൂട്രീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കൂടെ അക്വസ് ഹ്യൂമറിൻ്റെ ഫംഗ്ഷനാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. കളർലെസ് ട്രാൻസ്പാരൻറ്റ് ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് വിച്ച് ഫിൽസ് ദി പോസ്റ്റീരിയർ സെഗ്മെൻറ്റ്. വിട്രിയസ് ഹ്യൂമറാണ് ആൻസർ. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്രിയസ് ഹ്യൂമറാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതൊരു കളർലെസ് ആയിട്ടുള്ള ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ജെല്ലി ലേക്ക് സബ്സ്റ്റൻസ് ആണ്. ഇത് പോസ്റ്റീരിയർ സെഗ്മെൻറ്റിലാണ് കാണുന്നത്. അടുത്തത്, ബൈ കോൺവെക്സ് ട്രാൻസ്പാരൻറ്റ് ആൻഡ് ഇലാസ്റ്റിക് സ്ട്രക്ചർ ഓഫ് ഐസ്. ക്രിസ്റ്റലൈൻ ലെൻസ്. ബൈ കോൺവെക്സ് ട്രാൻസ്പാരൻറ്റ് ആൻഡ് ഇലാസ്റ്റിക് സ്ട്രക്ചർ ഓഫ് ഐ എന്ന് ചോദിച്ചാൽ ലെൻസാണ്. നമ്മളെ കണ്ണിലെ ലെൻസിനെയാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തിൻ സെമി ട്രാൻസ്പാരൻറ്റ് മ്യൂക്കസ് മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ദി ഇന്നർ സർഫസ് ഓഫ് ദി ഐലിഡ് ആൻഡ് ദി വൈറ്റ് പാർട്ട് ഓഫ് ദി ഐബോൾ. ആൻസർ ഈസ് കഞ്ചൻറ്റേവ. കഞ്ചൻറ്റേവയാണെയാണ് പറയുന്നത്. തിന്നാണ്, സെമി ട്രാൻസ്പാരൻ്റ് ആണ്, മ്യൂക്കസ് മെംബ്രെയിൻ ആണ്. നമ്മളുടെ ഐലിഡിൻ്റെ ഇന്നർ സർഫസും അതുപോലെ ഐബോളിൻ്റെ ആ വൈറ്റ് പാർട്ടിനെയും കവർ ചെയ്യുന്നത് കഞ്ചൻറ്റേവയാണ്. നെക്സ്റ്റ്, ലിംബൽ കഞ്ചൻറ്റേവ ബിലോങ്സ് ടു ബൾബാർ കഞ്ചൻറ്റേവ.
കഞ്ചൻറ്റേവനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പാൽപ്പബിൾ കഞ്ചൻറ്റേവ, ബൾബാർ കഞ്ചൻറ്റേവ ആൻഡ് കഞ്ചൻറ്റേവൽ ഫോണിസസ്. ഇതിൽ ലിംബൽ കഞ്ചൻറ്റേവ കാണുന്നത് ബൾബാർ കഞ്ചൻറ്റേവയുടെ ഏരിയയിലാണ്. ഈ കഞ്ചൻറ്റേവൻ്റെയൊക്കെ സബ് ക്ലാസിഫിക്കേഷൻ ഒരുപാടുണ്ട്. ഇവിടെ നമ്മൾ എക്സാം ബേസ് ചെയ്തിട്ടുള്ള വരാൻ ചാൻസ് ഉള്ള മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതലായിട്ട് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കണം. അതുപോലെ അതിൽ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. പിന്നെ ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്നും കൂടെ റിവൈസ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഏകദേശം അതിനെ ചുറ്റിപ്പറ്റി വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്